തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രിയാകാൻ മത്സരിക്കുന്ന നരേന്ദ്രമോദി വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാശിയിലെ കാലഭൈരവ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒപ്പമുണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ മുന്നോടിയായി തിങ്കളാഴ്ച 6 കിലോമീറ്റർ റോഡ് ഷോയും നടത്തിയിരുന്നു. മോദി പ്രധാനമന്ത്രിയായാൽ യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അടക്കം ഒതുക്കുമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി എന്നോണമാണ് ആദിത്യനാഥിനെ അടക്കം ഒപ്പം കൂട്ടിയത്. കഴിഞ്ഞ ദിവസം നടന്ന റോഡ് ഷോയിലും ആദിത്യനാഥ് മോദിക്കൊപ്പം ഉണ്ടായിരുന്നു. 1991 മുതൽ 7 തവണ ബി.ജെ.പി. വിജയിച്ച മണ്ഡലമാണ് വാരണാസി. ഇതിൽ 2004 മാത്രമാണ് കോൺഗ്രസ് ടിക്കറ്റിൽ രാജേഷ് കുമാർ മിശ്ര വിജയിച്ചത്. 2019 4,79,505 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു മണ്ഡലത്തിൽ മോദിക്ക് ലഭിച്ചത്. 2014 3,71,784 വോട്ടിന്റെ ഭൂരിപക്ഷവും ലഭിച്ചു. ജൂൺ 1-നാണ് വാരണാസിയിലെ വോട്ടെടുപ്പ്. അതേസമയം രാഹുൽ ഗാന്ധി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ബി.ജെ.പി. വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടന തിരുത്താനോ സംവരണം എടുത്തുകളയാനോ പോകുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷം നുണകൾ പ്രചരിപ്പിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അമിത്ഷാ വ്യക്തമാക്കി. ഇതിനകം 2 തെരഞ്ഞെടുപ്പുകളിൽ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് അധികാരമേറ്റയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടന മാറ്റിയെഴുതുന്നത് അദ്ദേഹത്തിന്റെ അജണ്ടയായിരുന്നുവെങ്കിൽ എന്നേ ആകാമായിരുന്നു എന്നും ഭരണഘടന മാറ്റാനോ സംവരണം നീക്കം ചെയ്യാനോ ബി.ജെ.പി. സർക്കാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആർക്കാണ് തങ്ങളെ തടയാൻ കഴിയുക എന്നും അമിത്ഷാ ചോദിച്ചു. തങ്ങൾ ബഹുഭൂരിപക്ഷം ഉപയോഗിച്ചത് ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ഗ്രാമക്ഷേത്രം പണിയൽ, സർജിക്കൽ സ്ട്രൈക്ക്, ചന്ദ്രയാൻ, കോവിഡ് മഹാമാരിയിൽ 130 കോടി നൽകൽ, 60 കോടി ജനങ്ങൾക്ക് കക്കൂസ്, പാചകവാതകം, വീട്, കുടിവെള്ളം, വൈദ്യുതി വിതരണം, സൗജന്യ റേഷൻ, ആരോഗ്യം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി.ജെ.പി. അധികാരം നിലനിർത്തിയാൽ ഭരണഘടനയെ കീറി വലിച്ചെറിയുമെന്നും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വം എന്ന വാക്ക് ഒഴിവാക്കിയേക്കുമെന്നുമാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചിട്ടുള്ള ആശങ്ക. എന്നാൽ ഇതെല്ലാം തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസിന്റെ വ്യാജ പ്രചാരണമാണെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാമെന്നും രാഹുൽ വ്യാമോഹം പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു.